സന്നിധി തന്നിൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു. അതിലേറെ പ്രധാനപ്പെട്ടതാണ് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 9 വാക്യം. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. നമ്മളോടുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. ചരിത്രത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ വിശ്വാസത്തിനോടനുബന്ധിച്ച് അനേകർ രക്തസാക്ഷികളായിട്ടുണ്ട്. ജോൺ ഹസ്, തോമസ് ക്രാൻവിൻ തുടങ്ങിയ ആളുകൾ കത്തോലിക്ക സഭയുടെ ഉപദ്രവം മൂലം അവർ രക്തസാക്ഷികളായി. വ്യാജ ആരാധനയെ പിന്തുണയ്ക്കാത്തതുകൊണ്ട് രക്തസാക്ഷികളായി. സ്വർഗത്തിലെ ദൈവത്തിനെ ആരാധിച്ചതുകൊണ്ട് അവർ രക്തസാക്ഷികളായി. ഒരുപക്ഷെ നാമും ദൈവത്തെ, നമ്മുടെ സൃഷ്ടാവിനെ ദൈവവചനപ്രകാരം ആരാധിക്കുന്നതിലൂടെ തുടർന്നുള്ളതായ കാലങ്ങളിലും ഉപദ്രവം ഏൽക്കേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചെടുത്ത് വെളിപാട് പുസ്തകം ഇപ്രകാരം പ്രവചനം പറയുന്നു. വെളിപാട് പുസ്തകം 16 അധ്യായം അതിൻ്റെ 6 വാക്യം. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കൊടുക്കും, അതിന് അവർ യോഗ്യൻ തന്നെ. നമ്മൾ ഏൽക്കുന്നതായ ഓരോ പീഡകളും, ഓരോ ബുദ്ധിമുട്ടുകളും, ഓരോ രക്തസാക്ഷിത്വവും സ്വർഗത്തിലെ ദൈവം അവരോട് പകരം ചോദിക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. നാം ദൈവത്തെ അനുസരിക്കുക, അവന് വേണ്ടി കഷ്ടമേൽക്കുവാൻ വേണ്ടി തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ നാം മുന്നോട്ട് കടന്നു പോകുന്നതായ ഓരോ പ്രതിസന്ധി കടന്നു പോകുമ്പോഴും നാം ദൈവത്തെ മാത്രം ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അളവുകൂടാ സ്നേഹിത ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ പ്രഭാതത്തിൽ നാഥ നിൻ്റെ വചനം കേട്ടുവല്ലോ ദൈവമേ. ഇന്ന് അടികൾ മുന്നോട്ട് പോകുന്നതായ സമയത്ത് പ്രതിസന്ധികളിൽ കടലിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കണം ദൈവമേ ഞങ്ങളെ സഹായിക്കണേ. അടികൾ കൊണ്ട് ജയിച്ചു തന്നെ വീക്ഷിക്കുന്നു. ആമേൻ.